വെൽക്കം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് +2 കെമിസ്ട്രി ഫസ്റ്റ് ചാപ്റ്റർ ആയ സൊല്യൂഷൻസിലെ ബാക്കി 2-3 ഇൻട്രസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. Question 1.3 Calculate the molarity of each of the following solutions. A part 30 gram of CONO3 twice 6H2O in 4.3 liter of solution. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 1.3 ആണ് ക്വസ്റ്റ്യൻ. അതിനകത്ത് തന്നെ 2 പാർട്ട് ഉണ്ട്, എ പാർട്ട് ഉണ്ട് ബി പാർട്ട് ഉണ്ട്. എ പാർട്ട് ബി പാർട്ട് മൊളാരിറ്റി കണ്ടുപിടിക്കാൻ തന്നെയാണ്. പക്ഷെ എ പാർട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് ആയിട്ട് ഈ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ച് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ അതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. പക്ഷെ ബി പാർട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്താൽ കിട്ടത്തില്ല. കാരണം വെച്ചാൽ അവിടെ നമുക്ക് തന്നേക്കുന്ന മൊളാരിറ്റി ആണ്. മൊളാരിറ്റി ഫസ്റ്റ് സൊല്യൂഷൻ മൊളാരിറ്റി നിൽക്കുന്നത്, അത് ഡൈല്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ മൊളാരിറ്റി പുതിയ മൊളാരിറ്റി എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ നേരത്തെ ഉപയോഗിച്ച ഏതെങ്കിലും ഇക്വേഷൻ ആയിട്ട് കണക്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഈ പ്രോബ്ലം ചെയ്യണം. അപ്പൊ നമുക്ക് ഫസ്റ്റ് പ്രോബ്ലത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസ് ഇതൊക്കെയാണ്. 30 gram ഓഫ് CONO3 twice 6H2O ഇതാണ് നമുക്ക് തന്നേക്കുന്നത്. 30 gram ഓഫ് CONO3 twice 6H2O. പിന്നെ എന്ത് തന്നിട്ടുണ്ട്, 4.3 ലിറ്റർ ഓഫ് ദ സൊല്യൂഷൻ ഉള്ളത് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മൊളാരിറ്റി ആണ്. മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, ഇതാണ് എന്ത് സൊല്യൂട്ട്, ഇതിന് നമ്പർ ഓഫ് മോൾസ് നമ്മൾ കണ്ടുപിടിക്കണം. ഡിവൈഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്റേഴ്സ്. നമുക്ക് ഇവിടെ ഓൾറെഡി വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്റേഴ്സ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടെ ഒന്ന് എന്ത് ചെയ്യാൻ, കൺവേർട്ട് ചെയ്യാനില്ല. ഇനിയിപ്പോ നമുക്ക് ഇതിപ്പം മില്ലി ലിറ്ററിലോ ആണ് നമുക്ക് തന്നേക്കുന്നെങ്കിൽ നമ്മൾ അതിനെ ഡിവൈഡ് ബൈ 1000 വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ലിറ്ററിലോട്ട് ആക്കണം. ഇവിടെ നമുക്ക് ഓൾറെഡി ലിറ്ററിൽ തന്നതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ല. ഇനി നമുക്ക് ഫസ്റ്റ് എന്ത് കണ്ടുപിടിക്കണം, ഇതിന്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കണം. ഈ ഒരു ഇതിന് മോളിക്കുലർ മാസ് കണ്ടുപിടിക്കണം. അപ്പം മോളിക്കുലർ മാസ് ഓഫ് CONO3 twice 6H2O. ഇതൊരു കോമ്പൗണ്ട് ആണ്. ഇതിന്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കണം. കൊബാൾട്ടിന്റെ മോളിക്കുലർ മാസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 58.93 ആണ് കൊബാൾട്ടിന്റെ. അത് നമ്മൾ എഴുതി 58.93 ആണ് കൊബാൾട്ടിന്റെ. ഇവിടെ എത്ര നൈട്രജൻ ഉണ്ട്, ട്വൈസ് എന്നുള്ള പോലെ അവിടെ 2 നൈട്രജൻ ഉണ്ട്. പ്ലസ് ഒരു നൈട്രജൻ നമുക്കറിയാം 14 ആണ്. 2 നൈട്രജന്റെ ആകുമ്പോൾ എന്താവും, 28. അല്ല നമുക്ക് സ്റ്റെപ്പ് അടിയും. 2 നൈട്രജന്റെ ആകുമ്പോൾ 28 പ്ലസ് ഇവിടെ എന്താണ്, ഓക്സിജൻ തന്നിട്ടുണ്ട്. ഒരു ഓക്സിജന് നമുക്കറിയാം എത്രയാണ്, 16 ആണ്. ഇവിടെ 3 into 2 എത്ര ഓക്സിജൻ ഉണ്ട്, 6 ഓക്സിജൻ ഉണ്ട്. അപ്പം 16 into 6 ആണെന്ത് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അത് നമുക്കറിയാം 16 into 6 96 പ്ലസ് 6H2O. ഒരു H2O നമുക്കറിയാം 18 ആണ്. 18 ആണ് ഒരു H2O-ന്റെ. അതായത് ഓക്സിജന്റെ 16ഉം ഹൈഡ്രജന്റെ 1. അപ്പൊ 2 ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ 2. അപ്പൊ 16 + 2 18. 6 എന്നത് വരുമ്പോ എന്ത് ചെയ്യും, കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിലാവും 108 ആണ് എന്ത് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. 108 ആണ് അതിന്റെ ആൻസർ എന്ന്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ഫൈനൽ ആയിട്ട് ആൻസർ 296.93 കിട്ടും. ഇതാണ് എന്ത് CONO3 twice 6H2O-ന്റെ മോളിക്കുലാർ മാസ് എന്നാണ്. നമുക്ക് മോളിക്കുലാർ മാസ് കിട്ടി. ഇനി നമുക്ക് നമ്പർ ഓഫ് മോൾസ് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമുക്കത് കണ്ടുപിടിക്കുന്നത് എന്തറിയണം, നമ്പർ ഓഫ് മോൾസ് സൊല്യൂട്ട്. ഇവിടുത്തെ സൊല്യൂട്ട് നമുക്കറിയാം CONO3 twice 6H2O എന്നറിയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്പർ ഓഫ് മോൾസ് അറിയാം നമുക്ക്. ഇക്വേഷൻ ഗിവൻ മാസ് ബൈ മോളിക്കുലാർ മാസ്. ഗിവൻ മാസ് നമുക്കറിയാം എത്രയുണ്ടെന്നാ പറഞ്ഞ 30 ഗ്രാം. അപ്പൊ നമ്മൾ 30 എടുക്കുന്നു. നമ്മൾ കണ്ടുപിടിച്ച മോളിക്കുലർ മാസ് എത്രയാണ്, 296.93. ഇത് രണ്ടും കൂടെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 0.1010 മോൾ എന്ന് കിട്ടും. 0.1010 മോൾ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്താ കിട്ടി, നമുക്ക് വേണ്ട ഡേറ്റാസ് എല്ലാം കിട്ടി. ഇനി നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്യുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും. മൊളാരിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, അതെന്താണ് 0.1010 ഡിവൈഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്റേഴ്സ് 4.3. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് ഫൈനൽ ആയിട്ട് ആൻസർ കിട്ടും 0.0234 m എന്ന് കിട്ടും. എന്താണ്, മൊളാരിറ്റി റെപ്രസെന്റേറ്റ് ചെയ്യുന്ന സിമ്പിൾ ആണ് M. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നേക്കുന്നത് 0.0
0.24 എന്നാണ്. അപ്പൊ നമ്മൾ എടുത്ത എല്ലാം നമ്മൾ എന്താണ് ഈ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കുന്നത് എല്ലാം നമ്മൾ ഷാർപ്പ് വാല്യൂ അല്ലല്ലോ എടുത്തത്. അപ്പൊ ചെറിയ ഡെസിമലിന് എന്തുണ്ടാവും വ്യത്യാസം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തു സോൾവ് ചെയ്ത് കഴിഞ്ഞു. B part question. Calculate the molarity of 30 milliliter of 0.5 molar H2SO4 diluted to 500 milliliter. ബി പാർട്ട് ക്വസ്റ്റ്യൻ ആണ്. ബി പാർട്ട് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസ് എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 30 ml ഓഫ് 0.5 മോളാർ H2SO4. അതായത് നമുക്ക് ഇവിടെ ഡൈല്യൂഷൻ ആണ് നടക്കുന്നത്. ഫസ്റ്റ് 30 ml ആയിരുന്നു, അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് 500 ml ആക്കി. അപ്പൊ ഫസ്റ്റത്തേന് മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ 0.5 ആയിരുന്നു H2SO4. നമുക്ക് സെക്കൻഡത്തേന് മൊളാരിറ്റി ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഇതിന്റെ മൊളാരിറ്റി ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഈ ഒരു ഇക്വേഷൻ തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇക്വേഷൻ നമ്മൾ ചെറുതായിട്ടൊന്ന് അറേഞ്ച് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. നമുക്കറിയാം മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സെല്ലോ ഡിവൈഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ് എന്നാണ് അറിയാം. നമുക്കിവിടെ മൊളാരിറ്റി തന്നിട്ടുണ്ട്, ഫസ്റ്റത്തേന് മൊളാരിറ്റി തന്നിട്ടുണ്ട്, വോളിയം തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കുന്ന നമ്പർ ഓഫ് മോൾസ് ആണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു സാധനം അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ ഡൈല്യൂഷൻ നടക്കുമ്പോൾ അവിടെ നമ്പർ ഓഫ് മോൾസ് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ചേഞ്ച് ചെയ്യത്തില്ല. അപ്പൊ ഇതിന്റെ നമ്പർ ഓഫ് മോൾസ് തന്നെയായിരിക്കും സെക്കൻഡ് കേസിലുള്ള നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇതിന്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇതിന്റെ വോളിയം തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് മോൾസ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, സെക്കൻഡത്തേന് മൊളാരിറ്റി കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യണം, നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് മോൾസ് നമ്മളോട് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, ഗിവൺ മാസ് ബൈ മോളിക്കുലർ മാസ്. പക്ഷെ നമുക്കിവിടെ മാസ് ഒന്നും തന്നിട്ടില്ല. അപ്പൊ നമുക്ക് മോളിക്കുലർ മാസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, പക്ഷെ നമുക്ക് ഒരു മാസ് അവിടെ തന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഇക്വേഷനിൽ വേണം നമുക്ക് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക. അപ്പൊ നമ്മൾ ഇക്വേഷൻ ചെറുതായിട്ട് മാറ്റിയിരുന്നു. നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു മൊളാരിറ്റി. ഈ ഡിവൈഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇങ്ങോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും, ഇൻറ്റു ആകും. ഇൻറ്റു വോളിയം ഓഫ് സൊല്യൂഷൻ, വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ്. ഈ സൊല്യൂഷൻ ഇങ്ങനെയാട്ടോ എഴുതുന്നത്, SOL, മറ്റേത് N കുറച്ച് എന്താണ് സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ട് നമ്മൾ എഴുതും. അങ്ങനെ നമുക്ക് ഇക്വേഷൻ കിട്ടും. ഇനി നമുക്ക് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കാം. മൊളാരിറ്റി നമുക്ക് തന്നിട്ടുണ്ട് 0.5. സോ 0.5 ഇൻറ്റു വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്റേഴ്സ്. ഇവിടെ നമുക്ക് മില്ലി ലിറ്ററിലാണ് തന്നിരിക്കുന്നത്. മില്ലി ലിറ്ററിനെ ലിറ്ററിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന എന്താണ്, ഡിവൈഡ് ബൈ 1000. കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഡിവൈഡ് ബൈ 1000. അപ്പൊ എന്താണ് 30 ഡിവൈഡ് ബൈ 1000. ഈ ഒരു സീറോയും കട്ടായിപ്പോ 5 into 3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 15 ആണ്. ഇവിടെ ഒരു ഡെസിമൽ ഉണ്ട്, അത് 1.5 ആവും. പിന്നെ 2 സീറോസ് ഉണ്ട്. അപ്പൊ 2 ചാട്ടം അങ്ങോട്ട് ചാടുമ്പോൾ ഫൈനലായിട്ട് നമുക്ക് കിട്ടും 0.015 മോൾസ് എന്ന് കിട്ടും. 0.015 മോൾ എന്ന് കിട്ടും. മോള് കിട്ടി നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് പുതിയ ഡൈല്യൂഷൻ നടന്നു കഴിഞ്ഞപ്പോഴുള്ള മൊളാരിറ്റി കണ്ടുപിടിക്കാം. നമുക്ക് പുതിയ മൊളാരിറ്റിനെ മൊളാരിറ്റി ആഫ്റ്റർ ഡൈല്യൂഷൻ എന്ന് കൊടുക്കാം. മൊളാരിറ്റി ആഫ്റ്റർ ഡൈല്യൂഷൻ നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് സെയിം ആയിരിക്കും. ഞാൻ പറഞ്ഞു ഡൈല്യൂഷൻ എന്ത് ചെയ്യത്തില്ല, നമ്പർ ഓഫ് മോൾസ് ഒരിക്കലും ചേഞ്ച് ആവില്ല. സോ നമ്പർ ഓഫ് മോൾസ് 0.015 ഡിവൈഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്റേഴ്സ്. പുതിയ നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പുതിയ വോളിയം എന്താണ്, 500 ml. 500 ml ഇവിടെ നമുക്ക് ലിറ്റേഴ്സിലാണല്ലോ വേണ്ടത്. ഡിവൈഡഡ് ബൈ 1000. ലിറ്റേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന 1000. ഇവിടെ നമുക്കറിയാം A by B by C is equal to A by B into C. അപ്പൊ ഈ 1000 എന്ത് ചെയ്യും, ഇങ്ങോട്ട് വരും. ഈ 1000 എന്ത് ചെയ്യും, ഇങ്ങോട്ട് വരും. സോ 0.15 into 1000 divided by 500 എന്ന് വരും. 2 zeros ക്യാൻസൽ ആയി പോയി. ഫൈനൽ ആൻസർ നമുക്ക് കിട്ടും 0.03 മോളാർ. ഇതായിരിക്കും എന്ത്, നമ്മുടെ പുതിയ മൊളാരിറ്റി ഡൈല്യൂഷന് ശേഷമുള്ള മൊളാരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.03 m ആയിരിക്കും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.